നിങ്ങൾ പുറത്ത് നിന്നാൽ മതി എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു. അങ്ങനെ ഇവരുള്ളിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ ഉള്ളിലേക്ക് കയറി. അവിടെ ചെന്നപ്പോൾ കൂരാക്കൂരി ഇരുട്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്തെന്നില്ലാത്ത പ്രകാശം ഗുഹയ്ക്കുള്ളിൽ പരക്കുന്നത് കണ്ട്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് കുരങ്ങൻ കുട്ടികളെല്ലാവരും ചേർന്ന്, വാനര കുട്ടികളൊക്കെ ചേർന്ന് ഈ രത്നം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയാണ്. ആ രത്നത്തിൻ്റെ പ്രകാശം കൊണ്ട് അവിടെ ആകെ വെളിച്ചമാണ്. ഒരു ഇരുട്ടുമില്ലാത്ത ആ പ്രകാശത്തിൽ ഈ കുട്ടികളെല്ലാവരും ഈ രത്നം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഭഗവാൻ പോയിട്ട് ആ രത്നം ഇവരുടെ കയ്യിൽ നിന്ന് എടുക്കാൻ ശ്രമിച്ചു. ഈ കുരങ്ങൻ കുട്ടികളെല്ലാവരും കൂടി എന്തെന്നില്ലാത്ത ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ഒരു വലിയ തന്തക്കുരങ്ങൻ അവിടെ നിന്ന് വന്ന് ഭഗവാനെ ഒരു ഒറ്റ അടി കൊടുത്തു. ഈ ഭഗവാൻ അടി കൊണ്ട് വീണു എന്ന് മാത്രമല്ല, തിരിച്ച് അങ്ങോട്ടും അടിച്ചു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഗംഭീര യുദ്ധം തുടങ്ങി. 10-28 ദിവസം ഈ യുദ്ധം നീണ്ടു നിന്നതാണ്. കുറേ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരുപാട് പ്രായമായ ഈ വൃദ്ധൻ കുരങ്ങന് സത്യം തിരിച്ചറിയുന്നത്. ഇത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഈ വാനരസ്വരൂപിയായ ഇദ്ദേഹം ത്രേതായുഗത്തിലെ ജാംബവാൻ എന്ന വാനരനാണ്. ആ മഹാത്മാവ് വേഗം ഇദ്ദേഹത്തെ വീണ് നമസ്കരിച്ചു. സാക്ഷാൽ വില്വാദ്രിനാഥനായിക്കൊണ്ട് ഭഗവാൻ അവിടെ ദർശനം കൊടുത്തു എന്നാണ് പറയുന്നത്. പരമയോഗികൾ പോലും ഒരിക്കലെങ്കിലും കാണണം എന്ന് ആഗ്രഹിക്കുന്ന അങ്ങയുടെ ഈ ദിവ്യ ശരീരത്തെ രാമ എന്ന് വിളിച്ചിട്ടാണെങ്കിൽ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ അടിക്കുകയും ഇടിക്കുകയല്ലേ ചെയ്തത് എന്നാലോചിച്ച് ജാംബവാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് കരഞ്ഞു. ഭഗവാൻ വേഗം അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ഇത്രയും സുന്ദരമായൊരു പൂജ ഞാൻ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. രാമ എന്ന് ഭക്തിയോടുകൂടി അങ്ങ് ജപിച്ച് അങ്ങ് ഇടിക്കുകയോ തൊഴിക്കുകയോ എന്ത് ചെയ്താലും ആ ഭക്തി ഇത്രമേൽ മധുരമുള്ളതായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ അനുഗ്രഹിക്കുകയാണ്. എന്നാലും ജാംബവാൻ്റെ ഉള്ളിലെ വിഷമം തീരുന്നില്ല. ജാംബവാൻ പറഞ്ഞു, എൻ്റെ പുത്രിയെ ഞാൻ കഴിഞ്ഞ യുഗത്തിലെ അങ്ങേക്ക് സമർപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടതാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞു ഞാൻ ഏകപത്നി വ്രതധരനാണ്, അതുകൊണ്ട് അടുത്ത അവതാരത്തിൽ ഞാൻ അങ്ങയുടെ പുത്രിയെ സ്വീകരിച്ചോളാം എന്ന് വാക്ക് തന്നതാണ്. അങ്ങയെ മാത്രം മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പുത്രിക്ക് അന്നും ഇന്നും ഒരേ പ്രായമാണ്. ഇപ്പോൾ അതിനുള്ള സമയമായി എന്ന് ഞാൻ മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങൻ്റെ പുത്രിയെ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് തൻ്റെ പുത്രിയായിട്ടുള്ള ജാംബവതിയെ ഭഗവാന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ് ജാംബവാൻ. കൂടെ ഈ രത്നവും കൊടുത്തു. ഈ രത്നവും കൊണ്ട് ഭഗവാൻ തിരിച്ച് സത്രാജിത്തിൻ്റെ അടുത്തെത്തി. ഈ രത്നം തിരിച്ചേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ സന്തോഷമായില്ലേ, ഇനി അപകടമൊന്നുമില്ലാതെ സമാധാനമായിട്ട് കഴിയണം, ശ്രദ്ധിക്കണം, വേണ്ട വിധ ഈ രത്നത്തിനെ പൂജിക്കണം എന്നൊക്കെ പറഞ്ഞേൽപ്പിച്ചു. സത്രാജിത്തിന് ഇത് കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത സങ്കടമായി. കാരണം ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ സംശയിച്ചു എന്ന് മാത്രമല്ല, ഈ ലോകരെ കൊണ്ട് മുഴുവൻ അദ്ദേഹത്തിനെ കള്ളൻ എന്ന് ഞാൻ വിളിപ്പിച്ചില്ലേ. വേഗം കാൽക്കൽ വീണ് നമസ്കരിച്ച് ഈ രത്നം തിരിച്ച് ഭഗവാന് തന്നെ കൊടുത്തു. ഭഗവാൻ രത്നം കൊടുത്തിട്ട് പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട, ഇത് അങ്ങനെ കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു. അയ്യോ, അങ്ങനെ പറയരുത്, ഈ ലോകരെ കൊണ്ട് മുഴുവൻ ഞാൻ അങ്ങയെ കള്ളൻ എന്ന് വിളിപ്പിച്ചവനാണ്, എനിക്ക് ഈ രത്നം കൊണ്ട് യാതൊരു ആവശ്യമില്ല, അങ്ങ് സ്വീകരിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. എനിക്ക് രത്നമൊന്നും വേണ്ട.